പ്രേം തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ലൂക്കയ്ക്ക്. അവരുടെ കാമവീഴ്ചകൾ തകൃതിയിൽ നടക്കുമ്പോൾ ലൂക്ക തന്റെ വസ്ത്രങ്ങളും ഇമ്പോർട്ടന്റ് തിങ്സും മറ്റും പാക്ക് ചെയ്തു. അപ്പോഴും സ്വയം പഴിച്ചുകൊണ്ടിരുന്ന ലൂക്ക. തികച്ചും ദൈവവിശ്വാസിയായ ലൂക്ക ആ സമയം തന്നെ ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ജനിപ്പിച്ചു ഉടയവനെ പഴിച്ച നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഉയർച്ചയുടെ കൊടുമുഴിയിൽ നിൽക്കുമ്പോഴും ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കൂടിയും തന്റെ ജീവിതം ഒരിടത്ത് എത്തില്ലെന്നൊരു തോന്നൽ ലൂക്കയിലുണ്ടായി. അല്പസമയം ഹാളിലെ കൗച്ചിൽ തലയായിച്ച് കണ്ണുകളടച്ച് വെറുതെ ഇരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പ്രേമിന്റെ ബെഡ്റൂം വാതിൽ തുറന്നു. പ്രേമും ചൈതന്യവും പരസ്പരം കെട്ടിപ്പിണുന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ആരന്റെ വെളിച്ചത്തിൽ ലൂക്ക കണ്ടു. ഏയ് ചൈതന്യ, കുറച്ച് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് തരാമോ നീ എനിക്ക്? ആ ശീകണ്ടി നിനക്ക് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് തരാറുണ്ടോ പ്രേം? നീ അവനെ കളഞ്ഞ് എൻ്റെ ഒപ്പം കൂട് പ്രേം. എത്ര നാളാണ് ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുക? ഇരുവരെയും ലൂക്ക കണ്ണു നിറച്ചും കണ്ടു. നീ എന്തായി പറയുന്നത്? അവനും ഞാനും തമ്മിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ആ കാര്യത്തിൽ അവൻ നീറ്റാ. പെണ്ണായിട്ട് മതിയെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനൊരു ഗേ ആണെന്ന് ഞാൻ അവനോട് കള്ളം പറഞ്ഞു. അവിടെ അവൻ സ്റ്റെക്കായി. പക്ഷെ ആ 9 ഒരു 1.5 ഉരുപ്പടിയാ. ഐ ഓൺലി വാണ്ട് ഹിം ഫോർ ദി മണി. അവള് പെണ്ണായിട്ട് എൻ്റെ മുമ്പിൽ വരട്ടെ, അപ്പൊ നോക്കാം. അതുവരെ ഇങ്ങനെ തുടരട്ടെ. ലൂക്കയുടെ പാർട്ണർഷിപ്പ് എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് കിട്ടുന്നൊക്കെ ലക്ഷങ്ങളുടെ വർക്കുകളാ. മാത്രോ ഒപ്പം പ്രശസ്ത്രീ. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള നീ അവനായിട്ട് എന്ത് ഇടപാട് നടത്താനാ? എനിക്ക് പണ്ട് മുതലുള്ള സംശയമായിരുന്നു. ഇപ്പൊ ക്ലിയറായി. വേണേലും ഇടപാടൊക്കെ നടത്താം. അതെന്താ നീ റൂമിലേക്ക് വാ, കാട്ടിത്തരാൻ ഞാൻ. പ്രേം പറഞ്ഞു കഴിഞ്ഞതും ഹാളിൽ വെളിച്ചം വീണിരുന്നു. ലൂക്ക അവിടെ കണ്ടതും പ്രേമം ഞെട്ടി. ഇരുവരും പൂർണ്ണ നഗ്നരായിരുന്നു.